அவன் கூட எடுத்து എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലെ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഏകദേശം 20-25 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഉത്തമപാളയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്ന് രാവിലെ പോകാൻ പോകുന്നത്. എന്തുകൊണ്ട് രാവിലെ പോകുന്നു, അതുപോലെ അവിടെ എന്താണ് വലുതായിട്ട് പ്രാധാന്യമുള്ളത് എന്നൊരു ഡീറ്റെയിൽസാണ് നമ്മൾ ഇതിനകത്ത് വീഡിയോ ഫുള്ളും പറയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ രാവിലെ എന്തുകൊണ്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഏകദേശം ഒരു 6-7 മണി തൊട്ട് 10 മണി വരെയൊക്കെ നോക്കുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അത് ഫുൾ ഡേ ആയിരിക്കും. എനിക്ക് കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല. നമ്മൾ അറിഞ്ഞതിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ പറയാം, എന്തെങ്കിലും ഫോൺ അകത്ത് അലൗഡ് ആയിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് പറ്റുന്നത്ര വീഡിയോ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ രാവിലെ പോകുമ്പോഴത്തേക്കുള്ള വ്യൂ കണ്ടോ, തണുപ്പും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ടവലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്, തണുപ്പ് എന്ന് വെച്ചാൽ ഒട്ടും സഹിക്കാൻ വയ്യ. പിന്നത്തെ വിഷയം എന്ന് പറയുമ്പം നമ്മൾ ഈ കോടമഞ്ഞുണ്ടല്ലോ, വ്യൂ പോയിൻ്റ് വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ. ചുറ്റും മലയും അതിൻ്റെ ഇടയ്ക്ക് വയലും ഫുള്ളും കോടമഞ്ഞാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു ഉത്തമപാളയം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ കറക്റ്റ് ലെഫ്റ്റ് തിരിയുമ്പോൾ തന്നെ, ലെഫ്റ്റ് അല്ല റൈറ്റ് തിരിയുമ്പോൾ തന്നെ ആ ഒരു വീട് നിങ്ങൾക്ക് കാണാം. വീട്ടിലാണ് അവർ നോക്കുന്നത് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ സഹിതം എല്ലാം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അന്നും ഇന്നുമല്ല, തലമുറയായിട്ട് ചെയ്തു വരുന്ന ഒരു നാട്ടുപുറമ കൂടിയാണ്. അതുപോലെ നമ്മൾ ഇത്ര രാവിലെ ചെല്ലുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ പോയി വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് തന്നെ. അപ്പോൾ ഈ രാവിലെ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കിടന്ന ആദ്യത്തെ ഒരു വീടാണ് കേട്ടോ. ഇപ്പം തുറക്കുമ്പോൾ കുറച്ച് ആൾക്കാരാണ്. അതേപോലെ ഞങ്ങൾ ഇറങ്ങിയ സമയത്തും അതിൻ്റെ അപ്പുറം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നത്തെ വിഷയം, നമ്മൾ അതിൻ്റെ ചുറ്റുപാടിലൊക്കെ നമ്മൾ പോയപ്പോഴത്തേക്ക് നമ്മളെ വാട്ടർ ടാങ്കിനുണ്ടോ പൈപ്പൊക്കെ സെറ്റ് വെച്ചേക്കുന്നത്. ഇത് എങ്ങനെ വെള്ളം എടുക്കുന്നതെന്ന് അറിയത്തില്ല. ഓരോന്നിനും വാൽവ് ഉണ്ട്, പക്ഷേ ഇത് കോമൺ ആയിട്ട് പബ്ലിക്കായിട്ടാണെന്ന് തോന്നുന്നത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മറ്റേത് നമ്മൾ ഓരോരോ വീട്ടിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോമൺ ആണോ എന്തുവാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിലയിടത്തൊക്കെ ചെയ്യാതെ ഇങ്ങനെ സെറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇനി നടക്കുമായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ചെറിയ ഇടുക്ക് വഴിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സൺസെറ്റിൻ്റെ വ്യൂ പോയിൻ്റ് ആണ്, വേറെ ലെവലാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു 7:30-8 മണിയുണ്ടെങ്കിൽ ആയെന്ന് തോന്നുന്നു. നമുക്ക് അകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ക്ഷമിക്കുക. പിന്നത്തെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫാമിലി വ്ളോഗും കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫാമിലി വ്ളോഗ് എന്ന് പറയുമ്പം നമ്മളിവിടെ അടുത്തുള്ള ഈ ഒരു മുന്തിരിത്തോട്ടവും അതുപോലെ എൻ്റെ അടുത്ത് തന്നെ ഒരു ഗാർഡനുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിതിനകത്ത് ഇടുന്നത്. അപ്പം വലിയ ലെങ്തി ഒന്നും അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ ഇതിൽ തന്നെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണം വെച്ചാൽ വരെ. അപ്പം നമ്മുടെ MSR മുന്തിരിത്തോട്ടമാണ്. നമ്മളിതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. സൈക്ലിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഒരു മങ്കിയുടെ ഒരു സ്റ്റാച്ചുവും എൻ്റെ ഫ്രണ്ടിലുണ്ട്. അതുകൂടാതെ സൈക്ലിങ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ഒരാൾക്ക് തന്നെ 100 രൂപയാണ്. അപ്പം മേളിൽ കൂടെ പോകുമ്പോൾ ഒരു വ്യൂ സത്യം പറഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. ഒത്തിരി ഫാമിലീസ് വരുന്നുണ്ട് കേട്ടോ, ഒത്തിരി ആൾക്കാരാണ്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വൈബ് സെറ്റാണ് കേട്ടോ. പണ്ട് നമ്മൾ ഇടയ്ക്ക് വന്ന സമയത്ത് ഈ ഒരു സൈക്ലിങ്ങോ അതുപോലെ ഈ ഗെയിംസിൻ്റെ ഒരു ഈ ലാഡർ പോലെയൊക്കെ അല്ലേ, അപ്പോൾ അതൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ. പക്ഷേ ഈ വട്ടം വന്നപ്പോൾ കുറച്ചുകൂടി ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതിന് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് ഈ സൈക്ലിങ്ങും കാര്യങ്ങളെല്ലാം വെക്കുന്നത്. പക്ഷേ നല്ലൊരു സത്യം പറഞ്ഞാൽ നല്ലൊരു പോയിൻ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇവിടെ ഇതിന് മുന്നേ വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ മെയിൻ ടൂറ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പം മെയിനായിട്ട് ഈ മുന്തിരിത്തോട്ടത്തിലാണ് വന്ന് നിർത്തുന്നത് തന്നെ. അപ്പം മുന്തിരി കാര്യങ്ങളൊക്കെ ഏതാണ്ട് കിലോയ്ക്ക് 100 രൂപ അങ്ങനെ ഉണ്ടെങ്കിലാണ് വരുന്നത്. നമ്മളെ മെയിൻ റോഡിലെ ഒരു കാളിയമ്മൻ ടെമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്സവം നാളെ കേട്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഘോഷയാത്രയൊക്കെ വരുന്ന പോലെ തന്നെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. എന്ന് വെച്ചാൽ നാളെ ഈവനിങ് ആണ് ഈ ഉത്സവം എങ്കിൽ നാളെ മോർണിംഗ് നമ്മൾ തിരിച്ച് കൊല്ലത്തോട്ട് വരികയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ നമ്മൾ അടുത്തൊരു വട്ടം ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം.
മാക്സിമം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്ര വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുമ്പോഴത്തേക്ക് മാക്സിമം ഓരോ ലൈക്കും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിന് കുറച്ചും കൂടി മോട്ടിവേഷൻ ചെയ്യിപ്പിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, ബൈ ബൈ.